Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഫംഗ്ഷനെ കുറിച്ചാണ്. എന്താണ് കോസ്റ്റ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റുകളായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതിനു മുമ്പ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് എഫിഷ്യൻസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ടെക്നോളജിക്കൽ എഫിഷ്യൻസിയാണ്, മറ്റൊന്ന് എക്കണോമിക് എഫിഷ്യൻസിയാണ്. അപ്പൊ ഈ ടെക്നോളജിക്കൽ എഫിഷ്യൻസിയും എക്കണോമിക് എഫിഷ്യൻസിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ നമ്മൾ കണ്ടതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എഫിഷ്യൻസിയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ എപ്പോഴാണ് കോസ്റ്റിനെ കുറിച്ച് കൺസേൺഡ് ആകുന്നത്? എക്കണോമിക് എഫിഷ്യൻസിനെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആകുമ്പോഴാണ് കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ടെക്നോളജിക്കൽ എഫിഷ്യൻസി, എന്താണ് എക്കണോമിക് എഫിഷ്യൻസി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ടെക്നോളജിക്കൽ എഫിഷ്യൻസി വി മീൻ ദാറ്റ് ദ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് ഒരു ടെക്നോളജിക്കൽ എഫിഷ്യൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സർട്ടൻ നമ്പർ ഓഫ് ലേബർ ഉണ്ട്. ആ ലേബറിൽ നിന്ന് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക, അതിനെയാണ് നമ്മൾ ടെക്നോളജിക്കൽ എഫിഷ്യൻസി എന്ന് വിളിക്കുക. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദ എക്കണോമിക് എഫിഷ്യൻസി therefore implies the use of production process or resources combination with ensure the minimization of cost incurred on using resources to produce a given level of output. The achievement of economic efficiency requires that the firm should choose a factor combination that minimize cost of production for a producing a given level of output or that maximize the output for a given level of cost outlay. അതായത് ഒരു ഗിവൺ കോസ്റ്റ് ഔട്ട്ലേയില് മാക്സിമം ഔട്ട്പുട്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എക്കണോമിക് എഫിഷ്യൻസി. അല്ലെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റില് മാക്സിമം പ്രൊഡക്ഷൻ നടക്കുക എന്നുള്ളതാണ് എക്കണോമിക് എഫിഷ്യൻസി മീൻ ചെയ്യുക. പക്ഷെ ടെക്നോളജിക്കൽ എഫിഷ്യൻസി ആണെങ്കിൽ അവിടെ എന്തായിരുന്നു? ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്ടിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. അവിടെ നമ്മൾ കോസ്റ്റിനെ കുറിച്ച് കൺസേൺഡ് അല്ല. എക്കണോമിക് എഫിഷ്യൻസിയിലേക്ക് വരുമ്പോഴാണ് നമ്മളിവിടെ എന്തിനെ കുറിച്ച് കൺസേൺഡ് ആവുന്നത്? കോസ്റ്റിനെ കുറിച്ച് കൺസേൺഡ് ആവുന്നത്. അതായത് ഒരു ഗിവൺ ലെവൽ ഓഫ് കോസ്റ്റില് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ എക്കണോമിക് എഫിഷ്യൻസി കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എക്കണോമിക് എഫിഷ്യൻസിയിൽ നമ്മൾ കോസ്റ്റിനെ കുറിച്ച് കൺസേൺഡ് അല്ല. അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്ടില്
മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ എക്കണോമിക് എഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു ഗിവൺ സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും മിനിമം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗിവൺ സെറ്റ് ഓഫ് കോസ്റ്റിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക. അതിലാണ് എക്കണോമിക് എഫിഷ്യൻസി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ പറയുന്ന മാർക്കറ്റ് ഫോംസിലേക്ക് എല്ലാം പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്, ഈ എക്കണോമിക് എഫിഷ്യൻസിനെയാണ് ഫോക്കസ് ചെയ്യുക. നമ്മൾ ആദ്യ ഫേസിൽ മാത്രമാണ് ഈ ടെക്നോളജിക്കൽ എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പം ഒരു ഫേമിനെ അപേക്ഷിച്ച് അവരുടെ എക്കണോമിക് എഫിഷ്യൻസിയാണ് പലപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് കോസ്റ്റ് ഡിപ്പെൻഡ് ആണ്. കോസ്റ്റ് ഏറ്റവും ഒരു ഗിവൺ സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും മിനിമം കോസ്റ്റ് കൈവരിക്കുക, അല്ലെങ്കിൽ ഒരു ഗിവൺ സെറ്റ് ഓഫ് കോസ്റ്റിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എക്കണോമിക് എഫിഷ്യൻസി. അപ്പൊ എന്താണ് ഈ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് പറയണം. അപ്പൊ കോസ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ ഫേംസും എന്താണ് മാർക്കറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മേജർ ആയിട്ടുള്ള ഗോൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്കറിയാം, ജനറലി നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ അസ്യൂം ചെയ്യുന്നത് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫേംസിന്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതായത് അവരുടെ പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, അതല്ലാത്ത സെർട്ടൈൻ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് ഉണ്ട്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോഫിറ്റിനെ മോട്ടീവോടല്ല പല ആക്ടിവിറ്റീസും നടത്തുക, അത് എക്സെപ്ഷണൽ കേസസ് ആണ്. പക്ഷെ ഒരു 90% അല്ലെങ്കിൽ 80% നമ്മൾ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫേംസിന്റെയും തന്നെ മേജർ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പൊ ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഗോളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനി എന്തിനെ കാണാൻ പോകുന്നത്, കോസ്റ്റിനെ കാണാൻ പോകുന്നത്. വി ബിഗിൻ വിത്ത് ദ ഫേംസ് ഒബ്ജക്റ്റീവ്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിസിഷൻ എ ഫേം മേക്സ്, വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് ട്രൈങ് ടു ഡു. The economics normally assume that the goal of a firm is to maximize the profit, and they find that this assumption work well in most cases. അപ്പം ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് മേജർ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 3 കോൺസെപ്റ്റുകളാണ് ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പം ഇനി കോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട 3 കോൺസെപ്റ്റുകളാണ് എന്ത്, ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പൊ നമുക്കറിയാം എന്താണ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. അതായത് ഒരു ഫേമിന് കിട്ടുന്ന ഏതാണ് വരുമാനം, അതിൽ നിന്ന് ആ ഫേമിനുണ്ടായ ചെലവിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പം ഓരോ ഫേംസിന്റെ ഉദ്ദേശം എന്താ, ഇവരുടെ ഈ പ്രോഫിറ്റ് മാർജിനെ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ഫേം ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്കുണ്ടാകുന്ന കോസ്റ്റ്. ഇപ്പൊ ഒരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽസ്, അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലേബേഴ്സിനൊക്കെ അയാൾ ചിലവാക്കുന്ന എമൗണ്ടിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കുക. ഇനി ടോട്ടൽ റവന്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഏതാണ് ഓരോ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും ഫുൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് സെല് ചെയ്ത് കഴിയുമ്പോൾ ആ ഫേമിന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് വിളിക്കുക. അപ്പം ഈ ടോട്ടൽ റവന്യൂയും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രോഫിറ്റ് എന്ന് വിളിക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെ ഈ ടോട്ടൽ റവന്യൂയിലേക്കും ടോട്ടൽ കോസ്റ്റിലേക്കും നമ്മൾ സെപ്പറേറ്റ് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വളരെ ഈസിലി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഐറ്റം ആണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനമാണ്. അതായത് ഈ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി, ഇറ്റ് ഈസ് ഈക്വൽ ദി ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദ ഫേം പ്രൊഡ്യൂസസ് മൾട്ടിപ്ലൈഡ് ബൈ ദി പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് സെൽ ഇറ്റ് ഔട്ട്പുട്ട്. അപ്പം ഒരു ഫേം ഏതാണ് ടോട്ടലി സെല്ല് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും ഓരോ പ്രോഡക്റ്റിന്റെ പ്രൈസും തമ്മിലുള്ള ആ ഒരു ഇത് തമ്മിലുള്ള മൾട്ടിപ്പിൾ, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും അതിന്റെ പ്രൈസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, 10,000 കുക്കീസ് 2 രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്. അപ്പൊ 10,000 കുക്കീസ് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് എത്രയാ, 20,000 റുപ്പീസ് കിട്ടും. അതായത് 2 രൂപ വെച്ച് ഓരോ കുക്കീസിനും നിങ്ങൾ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 10,000 കുക്കീസ് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ 20,000 റുപ്പീസ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് സോൾഡ് ഇൻടു പ്രൈസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റവന്യൂ കിട്ടും. പക്ഷെ ഇവിടെയാണ് അടുത്ത പ്രോബ്ലം, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ കോസ്റ്റ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ടോട്ടലി സെല്ല് ചെയ്ത ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ കിട്ടും. പക്ഷെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക്
ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ കാണുന്നത് ഒരു അക്കൗണ്ടന്റിന്റെ പെർസ്പെക്റ്റീവില് എന്താണ് ഈ ടോട്ടൽ കോസ്റ്റ്, അതുപോലെ തന്നെ ഒരു എക്കണോമിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് കോസ്റ്റ്. അപ്പൊ ഇവിടെ ഈ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് പല ആളുകളും ഈ കോസ്റ്റിനെ കാണുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. അപ്പം ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമുക്ക് എന്താ, ഒരു അക്കൗണ്ടന്റ് അല്ലെ, ഈ ബികോം ഒക്കെ പഠിക്കുന്നവര് എങ്ങനെയാണ് കോസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് എങ്ങനെയാണ് ഒരു കോസ്റ്റിനെ കാണുക എന്നുള്ളത്. ഫോർ അക്കൗണ്ടന്റ്, കോസ്റ്റ് ഈസ് ടിപ്പിക്കലി വ്യൂഡ് ആസ് എക്സ്പ്ലിസിറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് that is actual outlay or expenditure made by the firm in acquiring resources like labor, material or capital. അപ്പം ഒരു അക്കൗണ്ടിന് അവര് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്ന എന്താണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമാണ് അവർ കൺസിഡർ ചെയ്യുക. ഇതല്ലാതെ ചില കൈൻഡ് ഓഫ് കോസ്റ്റുകളുണ്ട്, അത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പം എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ട്ലി ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ്, അതായത് ഒരു ഫേമിന് ഡയറക്ട്ലി ഉണ്ടാകുന്ന ഒരു കോസ്റ്റിനെ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറെയാണ് എന്ത് വിളിക്കുക, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ ഞാനൊരു ഫേം ആണ്, ഞാൻ ഒരാളെ ഹയർ ചെയ്യുന്നു, അപ്പൊ അയാളെ ഹയർ ചെയ്യണമെങ്കിൽ അയാൾക്ക് ശമ്പളം കൊടുക്കണം, അതിന്റെ എന്താ ഡയറക്റ്റ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ഞാൻ അതിനുള്ള റോ മെറ്റീരിയൽസ് മേടിക്കുന്നു, അതിന്റെ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പം അക്കൗണ്ടന്റ് എല്ലായ്പ്പോഴും കൺസിഡർ ചെയ്യുന്ന എന്തിനെ മാത്രം, ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമാണ് അക്കൗണ്ടന്റ് കൺസിഡർ ചെയ്യുക. These costs are recorded in financial statement and reflect the firm past spending. അപ്പം ഒരു ഫേമിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അക്കൗണ്ടിങ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. The economics on the other hand adopt a broader concept of cost, emphasizing opportunity cost which is vital for decision making. അപ്പം ഈ അക്കൗണ്ടന്റ് കൺസിഡർ ചെയ്യാത്ത ഒരു കോസ്റ്റ് ആണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അക്കൗണ്ടൻസ് കൺസിഡർ ചെയ്യാത്ത ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കൂടെയും കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരാണ്, എക്കണോമിസ്റ്റുകളാണ്. അപ്പൊ എക്കണോമിസ്റ്റുകളുടെ പെർസ്പെക്റ്റീവില് എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമല്ല കൺസിഡർ ചെയ്യുക, അവിടെ ഫേംസിന് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെയും കൂടെ കൺസിഡർ ചെയ്യും. വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ കോസ്റ്റ് റെഫേഴ്സ് ടു ദി വാല്യൂ ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ വെൻ എ ഡിസിഷൻ ഈസ് മെയ്ഡ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവിന്റെ കോസ്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചു അല്ലെ, ഇപ്പൊ നിങ്ങൾ കോളേജിൽ പോയി പഠിക്കുവാണ്, അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫേമിൽ ജോലി ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ശമ്പളം കിട്ടിയാണ്, നിങ്ങൾ ആ ശമ്പളം വേണ്ടെന്ന് വെച്ചിട്ടാണ് പഠിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുക. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു പർട്ടിക്കുലർ ഫേം സ്റ്റാർട്ട്, അതായത് എനിക്ക് വേണമെങ്കിൽ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ വേറൊരു ഫേമിൽ പോയി ജോലി ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വേറൊരിടത്ത് ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് റെഗുലർ ആയിട്ട് ഒരു ഇൻകം കിട്ടിയാണ്, അതിനെയാണ് ഞാൻ എന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഞാനൊരു പർട്ടിക്കുലർ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോർഗോൺ ചെയ്യുന്ന, ഞാൻ വേണ്ടെന്ന് വെക്കുന്ന നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിന്റെ ആ ഒരു വാല്യൂവിനെയാണ് ഞാൻ എന്ത് വിളിക്കുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പം എക്കണോമിസ്റ്റുകൾ എല്ലായ്പ്പോഴും ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെയും കൂടെ കൺസിഡർ ചെയ്യുന്നു, പക്ഷെ അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നില്ല, ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല. The opportunity cost refers to the value of the best alternative use of resources that is sacrificed when a firm chooses one option over other. While accountant may overlook implicit costs, economists consider them essential for decision making. For instance, if a firm owns a building and does not pay rent, the accountant might see no cost. However, the economists recognize the opportunity cost of the foregone rent the firm could have earned by leasing the building. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുക, അതായത് ഒരു പർട്ടിക്കുലർ ഫേമിന് ഒരു ബിൽഡിംഗ് എന്ത് ചെയ്യുന്നു, അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട്സ് കാണുന്ന എന്താ, അവിടെ കോസ്റ്റ് ഒന്നുമില്ല, അതായത് റെന്റ് ആയിട്ട് നിങ്ങൾ കൂടുതലൊന്നും പേ ചെയ്യുമ്പോണ്ട, സ്വന്തം ബിൽഡിംഗ് ആണ്. പക്ഷെ ഒരു എക്കണോമിസ്റ്റിനെ അപേക്ഷിച്ച് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഈ ബിൽഡിംഗ് മറ്റാർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവിടെ കിട്ടാവുന്ന ആ റെന്റ് എന്ന് പറയുന്നത് ഇയാളുടെ ഫോർഗോൺ വാല്യൂ ആണ്. അപ്പം എക്കണോമിസ്റ്റുകൾ എല്ലായ്പ്പോഴും ഈ ഫോർഗോൺ വാല്യൂവിനെ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു, പക്ഷെ അക്കൗണ്ടന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദ ഫേം കുഡ് ഹാവ് റെന്റഡ് ദ ബിൽഡിംഗ് ടു അനദർ ബിസിനസ് ആൻഡ് ഏൺഡ് റെന്റൽ ഇൻകം. ബൈ ചൂസിംഗ് ടു യൂസ് ദ ബിൽഡിംഗ് ഇറ്റ്സെൽഫ്, ദ ഫേം ഫോർഗോസ് ഹിസ് പൊട്ടൻഷ്യൽ ഇൻകം. ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദി ഫോർഗോൺ റെന്റ് that the firm could have earned. This lost income represents the real cost to the firm because it reflects the value of an alternative use of the resources that the firm has sacrificed.
In economic decision making, opportunity cost is included as part of the total cost of doing business, even though it may not appear in the traditional financial statement. അപ്പം ഈ എക്കണോമിക് ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റില് എക്കണോമിസ്റ്റുകൾ എന്തിനേയും കൂടെ കൺസിഡർ ചെയ്യുന്നു, ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കൂടെ കൺസിഡർ ചെയ്യുന്നു. പക്ഷെ അക്കൗണ്ടൻസ് എന്തിനെ കൺസിഡർ ചെയ്യത്തില്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കൺസിഡർ ചെയ്യത്തില്ല. അതായത് അവര് എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ, അതായത് ഡയറക്റ്റ് പേയ്മെന്റുകളെ മാത്രമാണ് ആര് കൺസിഡർ ചെയ്യുക, അക്കൗണ്ടൻസ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പലപ്പോഴും നമ്മൾ എന്തിനെ കാണിക്കാറില്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെ കാണിക്കാറില്ല. By accounting for opportunity cost, business can make more informed decision about how to allocate the resources to maximize profit. This broader perspective allow for a better long-term strategic planning and resource utilization. അപ്പൊ കുറച്ചുകൂടെ എന്താണ് വൈസർ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ എപ്പോഴും ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ അക്കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും എക്കണോമിസ്റ്റുകൾക്ക് സാധിക്കാറുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് അപ്പം എക്കണോമിസ്റ്റുകൾ പലപ്പോഴും ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കൺസിഡർ ചെയ്യുക. അല്ലെ, ഇപ്പൊ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക, അതായത് നാട്ടിൽ നിൽക്കണം പുറത്തു പോകണം, ഒരു ഡിസിഷൻ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്താ, നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു ജോലി കിട്ടുമായിരിക്കും, അതിനുള്ള ഇൻകം ഉണ്ട്. ഇനി വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും, അതിനൊരു ഇൻകം കാണും. അപ്പൊ ഇത് തമ്മിൽ നിങ്ങൾ ഏതാ ബെസ്റ്റ് ഡിസിഷൻ എന്ന് നോക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയാ? ഈ പറയുന്ന നാട്ടിലെ ഇൻകം എന്ന് പറയുന്നത് വെളിയിൽ പോയാൽ കിട്ടുന്ന ഇൻകത്തിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവാണ്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവാണെങ്കിൽ എന്താ, ബെറ്റർ വെളിയിൽ പോകുന്നതാണ്. ഇനി നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് കൂടുതൽ ഇൻകം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്താ, നിങ്ങൾ നാട്ടിൽ നിൽക്കും. അപ്പം ഇവിടെ എല്ലായ്പ്പോഴും ഡിസിഷൻ മേക്കിങ്ങിൽ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെ കൂടെ കൺസിഡർ ചെയ്താലാണ് നമുക്ക് കുറച്ച് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുക. അപ്പം ഇവിടെ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റില് രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഒന്ന് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും മറ്റൊന്ന് ഇംപ്ലിസിറ്റ് കോസ്റ്റും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടൻസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുക, ഇംപ്ലിസിറ്റ് കോസ്റ്റുകൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെ കൺസിഡർ ചെയ്യില്ല. പക്ഷെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടുകൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇംപ്ലിസിറ്റ് കോസ്റ്റുകളെ ആര് കൺസിഡർ ചെയ്യാറില്ല, അക്കൗണ്ടൻസ് കൺസിഡർ ചെയ്യാറില്ല. അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റില് രണ്ട് എലമെന്റ്സ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും. അപ്പൊ സാധാരണ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് നോക്കാം. The explicit cost, these are the direct payments of monetary expenditure made by the firm. Example, include wages paid to workers, cost of raw materials, rent and utilities. Implicit cost, these are the non-monetary costs or the income a firm sacrifice by using its own resources instead of employing them elsewhere. For instance, if business owner uses their own capital to run the firm, the implicit cost would be the return they would have earned had they invested that capital in other venture. അപ്പൊ ഇവിടെ നോക്കാം, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഡയറക്ട്ലി നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് കാര്യങ്ങൾ, വർക്കേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്, റോ മെറ്റീരിയൽസിനുള്ള പേയ്മെന്റ്, റെന്റ്, യൂട്ടിലിറ്റീസ്, ഇങ്ങനെയുള്ള ഡയറക്റ്റ് പേയ്മെന്റ്, മോണിറ്ററി ഡയറക്റ്റ് ആയിട്ടുള്ള മോണിറ്ററി എക്സ്പെൻഡിച്ചറുകളെ എല്ലാം നമ്മൾ എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ മോണിറ്ററി ആയിട്ടുള്ള കോസ്റ്റുകൾ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഫേമിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ എനിക്ക് വേണ്ടി ഒരു ശമ്പളോ കാര്യങ്ങളോ എടുക്കുന്നില്ല. അപ്പം എന്റെ ആ സർവീസ് ഞാൻ മറ്റൊരു ഫേമിൽ കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിന്ന് എനിക്കൊരു ഇൻകം കിട്ടിയേനെ. അപ്പൊ ഞാൻ എന്റെ ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് എന്റെ ആ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് എനിക്ക് മറ്റൊരിടത്ത് വർക്ക് ചെയ്താൽ കിട്ടേണ്ടിയിരുന്ന ആ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്റെ ഒരു റൂം എന്ത് ചെയ്യുന്നു, എന്റെ ഫേമിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ റൂം മറ്റൊരു ഫേമിന് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് റെന്റ് കിട്ടിയേനെ, അതെന്താണ് എന്റെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കൃഷി സ്ഥലത്ത് ഞാൻ ഒരു 10 പേരെ വർക്കിന് വിളിക്കുന്നു, ആ 10 പേർക്ക് ഒരു പേയ്മെന്റ് കൊടുക്കുന്നു, അവരുടെ കൂടെ ഞാനും ജോലി ചെയ്യുന്നു. അപ്പൊ ആ 10 പേർക്ക് കൊടുത്ത പേയ്മെന്റ് എന്താണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന അവിടുത്തെ പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ഞാൻ ആ കോസ്റ്റ് എടുക്കാൻ പോകുന്നില്ല സെപ്പറേറ്റ്ലി. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റുകൾ ഇതിനെ രണ്ടിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അക്കൗണ്ടൻസ് എല്ലായ്പ്പോഴും കൺസിഡർ ചെയ്യുന്ന എന്തിനെ മാത്രമാണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമാണ്. എക്കണോമിസ്റ്റ് ആണ് പലപ്പോഴും ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും രണ്ടിനെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇനി കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക, എന്താണ് അക്കൗണ്ടിങ് കോസ്റ്റ്, എന്താണ് എക്കണോമിക് കോസ്റ്റ് എന്നുള്ളത്. The accounting cost focuses on explicit costs, which are the actual direct payment of a firm
make for resources and input required for the production. These include wages paid to the employees, price of raw materials, fuel, semi-finished product, rent for building and capital equipment, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് അക്കൗണ്ടിങ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ അക്കൗണ്ടിങ് കോസ്റ്റില് നമ്മൾ എന്തിനെ മാത്ര എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അതായത് ഡയറക്റ്റ് പേയ്മെന്റ് ഓഫ് എ ഫോംസ് മാത്രമാണ് നമ്മൾ അക്കൗണ്ടിങ് കോസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ദീസ് ആർ ഓൾ റെക്കോർഡഡ് ആസ് എ contractual payment that the firm has to make in cash or through equivalent transaction. The accountant only include these explicit costs when calculating a firm's total production cost and do not factor in the use of a self-owned resources. അപ്പോൾ self-owned ആയിട്ടുള്ള റിസോഴ്സിനെ എവിടെ കൺസിഡർ ചെയ്തില്ല? അക്കൗണ്ട് കോസ്റ്റില് കൺസിഡർ ചെയ്തില്ല. അക്കൗണ്ട് കോസ്റ്റില് എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ ആണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. Economics consider broader view incorporating both explicit and implicit cost. രണ്ട് കോസ്റ്റുകളെയും ആര് കൺസിഡർ ചെയ്യുന്നുണ്ട്? എക്കണോമിക് കോസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റുകളെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇനി ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ്, രണ്ടും പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. അപ്പൊ ആ പേര് മറ്റേ പേരോട് ഓർത്തിരിക്കുക. ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ് include the opportunity cost of the expenditures, self-owned resources which do not involve direct cash payment but represent the foregone income the expenditure the entrepreneur could have earned by using these resources elsewhere. അപ്പൊ നമുക്കുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെയാണ് യൂഷ്വലി നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്നൊക്കെ. അതായത് നോൺ മോണിറ്ററി വാല്യൂസ് ആയിട്ടുള്ളത്. എന്താണ്? നമ്മൾ നമ്മുടെ റിസോഴ്സസിനെ ഡയറക്ട്ലി യൂസ് ചെയ്യുന്നു, മറ്റൊരിടത്ത് യൂസ് ചെയ്യാതെ നമ്മുടെ ഫോംസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഫോർഗോൺ വാല്യൂവിനെയാണ് നമ്മൾ യൂഷ്വലി എന്ത് വിളിക്കുന്നത്? ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പം എക്കണോമിക് കോസ്റ്റിൽ എന്തൊക്കെയുണ്ട്? ഈ പറയുന്ന എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇൻക്ലൂഡ് ചെയ്യും, ഇംപ്ലിസിറ്റ് കോസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ അക്കൗണ്ടിങ് കോസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഈ പറയുന്ന ഇംപ്യൂട്ടഡ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈ ഇൻക്ലൂഡിംഗ് ബോത്ത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, എക്കണോമിക്സ് കൺസിഡർ ദർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ ഓൾ റിസോഴ്സസ് whether a firm pay for them in cash or they are self-owned by the entrepreneur. The economic cost is equal to accounting cost plus implicit cost. അപ്പൊ economic cost കണ്ടുപിടിക്കണ എന്ത് ചെയ്താൽ മതി? അക്കൗണ്ടിങ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പ്ലസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്കണോമിക് കോസ്റ്റ് കിട്ടും. ഇനി അക്കൗണ്ടിങ് കോസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തിനെ മാത്രം ചെയ്താൽ മതി? എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പം എക്കണോമിക് കോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പം കോസ്റ്റ് കർവുകളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ്. ഒന്ന് അക്കൗണ്ടിങ് കോസ്റ്റ്, മറ്റൊന്ന് എക്കണോമിക്സ് കോസ്റ്റ്. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ, അതായത് ഒരു ഫോമിനുണ്ടാകുന്ന ഡയറക്റ്റ് പേയ്മെന്റുകളെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. എക്കണോമിക് കോസ്റ്റിൽ നമ്മൾ എന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ, ഡയറക്റ്റ് പേയ്മെന്റേയും അതുപോലെ തന്നെ ഫോർഗോൺ വാല്യൂസിനെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് കോസ്റ്റ് പ്ലസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ് എക്കണോമിക് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന അക്കൗണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റും പോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് എക്കണോമിക് പ്രോഫിറ്റും അക്കൗണ്ടിങ് പ്രോഫിറ്റും. അപ്പം കോസ്റ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, എക്കണോമിക് കോസ്റ്റും അക്കൗണ്ടിങ് കോസ്റ്റും. ഇനി അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് എന്താണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്, എന്താണ് എക്കണോമിക് പ്രോഫിറ്റ് എന്ന്. The accounting profit is the difference between total revenue and explicit cost. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. ഇനി അക്കൗണ്ടിങ് പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ ഈ കോസ്റ്റിന്റെ ഭാഗത്ത് എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ? എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമേ കൺസിഡർ ചെയ്യുന്നു. അപ്പം ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? അക്കൗണ്ടിങ് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റുകളെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റില് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ടോട്ടൽ റവന്യൂവിൽ നിന്ന് എന്തിനെ കുറച്ചാൽ മതി? എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെ കുറച്ചാൽ മതി. അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂയും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം അടുത്ത ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അക്കൗണ്ടിങ് പ്രോഫിറ്റ്. It is used for reporting purpose, tax filing and financial statement. Focuses only on actual out of pocket expenditure that are recorded in the financial account. അപ്പൊ അക്കൗണ്ടിങ് പ്രോഫിറ്റില് നമ്മൾ ടോട്ടൽ റവന്യൂ
എക്സ്പ്ലിസിറ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസുകളെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. ഇനിയാണ് എക്കണോമിക് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് ആഡ് ചെയ്താൽ മതി? ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്കണോമിക് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആ. അപ്പൊ ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് എന്തൊക്കെ വരും? ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റൂടെ രണ്ടൂടെ വരും. അതായത് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ മൈനസ് എന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പ്ലസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമിക് പ്രോഫിറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പം എക്കണോമിക് പ്രോഫിറ്റും അതുപോലെ തന്നെ അക്കൗണ്ടിങ് പ്രോഫിറ്റും. എക്കണോമിക് പ്രോഫിറ്റിൽ നമ്മൾ ഏതാണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്കണോമിക് കോസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എക്കണോമിക് പ്രോഫിറ്റ് കിട്ടും. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് കോൺസെപ്റ്റുകളാണ് ഏതൊക്കെ? കോസ്റ്റും പ്രോഫിറ്റും. അതിൽ തന്നെ കോസ്റ്റിൽ നമ്മൾ അക്കൗണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റും കണ്ട്. അക്കൗണ്ടിങ് കോസ്റ്റിൽ നമ്മൾ എന്തിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുക? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അതായത് ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റുകളെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. എക്കണോമിക് കോസ്റ്റിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇനി അക്കൗണ്ടിങ് പ്രോഫിറ്റും ഉണ്ട്, എക്കണോമിക് പ്രോഫിറ്റും ഉണ്ട്. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ റവന്യൂ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്കണോമിക് പ്രോഫിറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്കണോമിക് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും ഇവിടെ നമ്മൾ കോസ്റ്റ് ഭാഗത്ത് കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? It is used to access the true profitability of a firm by considering what the firm sacrificed to engage in the production. Consider opportunity cost, which reflect the potential earning the firm forgoes by using its own resources rather than investing or using them in alternative venture. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും രണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യും, എക്സ്പ്ലിസിറ്റിനെയും ഇംപ്ലിസിറ്റിനെയും. പക്ഷേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറച്ചുകൂടെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്തിനാണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റിനെ അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റിനെയാണ്. അപ്പം രണ്ട് കൈൻഡ് ഓഫ് പ്രോഫിറ്റുകൾ കണ്ടു, അക്കൗണ്ടിങ് പ്രോഫിറ്റും അതുപോലെ തന്നെ എക്കണോമിക് പ്രോഫിറ്റും. അപ്പൊ ഇനിയാണ് നമ്മൾ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് ഈ നോർമൽ പ്രോഫിറ്റ്? ഇനി നമ്മൾ മാർക്കറ്റ് ഫോംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്നുള്ളത്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് പറയാം, എക്കണോമിക് പ്രോഫിറ്റ് പറയാം. ദ നോർമൽ പ്രോഫിറ്റ് ഈസ് എ മിനിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് നീഡഡ് ഫോർ എ ബിസിനസ് ടു റിമെയിൻ കോമ്പറ്റീറ്റീവ് ഇൻ ദി മാർക്കറ്റ്. ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ ഒരു ഫേമിന് കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കണമെങ്കിൽ മിനിമം അയാൾക്ക് ലഭിക്കേണ്ട പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. നിങ്ങൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നോർമൽ പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറയും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലോങ് ടേണിൽ നോർമൽ പ്രോഫിറ്റ് ആണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും ലോങ് ടേണിൽ നോർമൽ പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ വിളിക്കും. അതായത് ഇവിടെ ഒരു പർട്ടിക്കുലർ ഫേമിനെ മാർക്കറ്റിൽ എന്ത് ചെയ്യണം? ബിസിനസ്സിൽ നിൽക്കണമെങ്കിൽ അയാൾക്ക് മിനിമം കിട്ടേണ്ട എമൗണ്ട് ഓഫ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. It is the amount of profit that cover both explicit and implicit cost. അപ്പം നോർമൽ പ്രോഫിറ്റില് എന്തൊക്കെയാണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഉണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റും ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നമ്മളെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രം കൺസിഡർ ചെയ്തത്. അതായത് ടോട്ടൽ റവന്യൂ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഉള്ള ഡിഫറൻസ് മാത്രം കൺസിഡർ ചെയ്തത്. പക്ഷെ ഈ നോർമൽ പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും വരും. അപ്പൊ അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ല എന്ത് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. The normal profit is equal to total revenue minus total cost, which include explicit and implicit cost. അപ്പൊ രണ്ടിനെയും കൺസിഡർ ചെയ്യുന്നതാണ് നോർമൽ പ്രോഫിറ്റ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ? എക്കണോമിക് പ്രോഫിറ്റ് സീറോ ആണ്. എപ്പോഴാണോ എക്കണോമിക് പ്രോഫിറ്റ് സീറോ ആകുന്നത് അതിനെയാണ് നമ്മൾ യൂഷ്വലി നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പം ഈ പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ടോട്ടൽ എക്കണോമിക് കോസ്റ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് പറഞ്ഞാൽ അവിടുത്തെ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇനി ഈ എക്കണോമിക് പ്രോഫിറ്റ് സീറോ ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ അവിടെ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. അതായത് ആ ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? അവരുടെ റവന്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു ദി എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് വരുമ്പോഴാണ് അവിടെ നോർമൽ പ്രോഫിറ്റ് പറയുന്നത്. അതായത് എക്കണോമിക് പ്രോഫിറ്റ് സീറോ ആകുന്ന കേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാ? ആ ഫേം നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. അതായത് അവർ ഓൾറെഡി എന്തിനെ കവർ ചെയ്യുന്നുണ്ട്? അവരുടെ
എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് എക്കണോമിക് പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടില്ല. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വരുന്ന സിറ്റുവേഷനിലെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. അപ്പം ഇവിടെ ഇവര് നഷ്ടത്തിലാണോ? നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല. ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ കോസ്റ്റുകളെ എക്സാക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ റവന്യൂ എന്ന് പറയുന്നത് ഇവരുടെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനേക്കാളും കൂടുതലല്ല. അവരുടെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ കറക്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. അപ്പം ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്, ഈ നോർമൽ പ്രോഫിറ്റാ കാണിക്കുക ലോങ് റണ്ണിൽ. ഇനി മോണോപോളിസ്റ്റിക് മാർക്കറ്റിൽ ലോങ് റണ്ണിൽ എന്താണ്, ഈ പറയുന്ന പോലെ നോർമൽ പ്രോഫിറ്റ് ആണ് കാണിക്കുക. അതിനർത്ഥം എന്തുവാ, അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എങ്ങനെയാ പ്രോഫിറ്റ് കിട്ടുന്നത്? അവരുടെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും കവർ ചെയ്യുന്ന രീതിയിൽ. അതായത് ഒരിക്കലും അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ല. എന്താണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഈക്വൽ ടു ദി എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ എക്കണോമിക് കോസ്റ്റിനോട് ഈക്വൽ ആകുന്നു. അതായത് എക്കണോമിക് പ്രോഫിറ്റ് 0 ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അവിടുത്തെ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഇത് പറഞ്ഞത് ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി ചോദിക്കരുത് എന്തുകൊണ്ടാണ് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റിനേക്കാളും ഇംപ്ലിസിറ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എക്കണോമിക് പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് നമുക്ക് വിളിക്കാം. പക്ഷെ ഈ എക്കണോമിക് പ്രോഫിറ്റ് 0 ആകുന്ന സിറ്റുവേഷനിൽ ഇവിടെ നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താ, ഇവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 100 ആണ്. ടോട്ടൽ റവന്യൂ 100 ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ 100 ആണ്. ടോട്ടൽ കോസ്റ്റ് അതായത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും 100 ആണ്. അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എത്രയാ, 0 ആണ്. ആ ഡിഫറൻസ് ആണ്, അതായത് ഇവിടുത്തെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും കൂടെ ചേർന്ന് 100 തന്നെയാണ് വരുന്നത്. അപ്പം റവന്യൂ 100 മൈനസ് 100 ചെയ്ത് കഴിയുമ്പോൾ അവിടെ എക്കണോമിക് പ്രോഫിറ്റ് 0 ആണ്. അപ്പൊ എക്കണോമിക് പ്രോഫിറ്റ് 0 ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. ഇനി വേറൊരു സിറ്റുവേഷൻ, ഇനി എന്താണ് നെക്സ്റ്റ് സിറ്റുവേഷൻ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്താണ്? അതായത് ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് അവിടുത്തെ റവന്യൂ എന്ന് പറയുന്നത് 120 ആണ്. ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് അതായത് എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും കൂടെ ചേർന്ന് 100 ഉള്ളൂ. അപ്പൊ 120 മൈനസ് 100 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് 20 ആണ് അവിടെ വന്നിരിക്കുന്നത്. അതെന്താണ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പം എക്കണോമിക് പ്രോഫിറ്റ് പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ എക്കണോമിക് പ്രോഫിറ്റിനെ തന്നെയാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ നോർമൽ പ്രോഫിറ്റില് എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ വളരെ ക്രിസ്പ് ആയിട്ടൊന്ന് പറയാം. നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ് ടെക്നോളജിക്കൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ എന്താണ് എക്കണോമിക് എഫിഷ്യൻസി എന്ന് കണ്ടു അല്ലെ. അപ്പൊ ടെക്നോളജിക്കൽ എഫിഷ്യൻസി എന്ന് നമ്മൾ പറയുന്നത് എന്താ, ഒരു ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്ടിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് ടെക്നോളജിക്കൽ എഫിഷ്യൻസി എന്ന് വിളിക്കുക. ഇനി എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗിവൺ ലെവൽ ഓഫ് കോസ്റ്റ് ഔട്ട്ലേ, അതായത് ഒരു ഗിവൺ ലെവൽ ഓഫ് ടോട്ടൽ കോസ്റ്റില് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എക്കണോമിക് എഫിഷ്യൻസി. അപ്പൊ എക്കണോമിക് എഫിഷ്യൻസിയിലാണ് നമ്മൾ എന്തിനെ ഡിസ്കസ് ചെയ്യുന്നത്, കോസ്റ്റ് കോൺസെപ്റ്റുകളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്നിക്കൽ എഫിഷ്യൻസിയിൽ കോസ്റ്റ് കോൺസെപ്റ്റ് നമുക്കില്ല. അവിടെ ഒരു ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്ടിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഈ ഇൻപുട്ടുകളുടെ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അത് എക്കണോമിക് എഫിഷ്യൻസി ആകുന്നത്. അപ്പം ഒരു ഗിവൺ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഗിവൺ സെറ്റ് ഓഫ് കോസ്റ്റിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്കണോമിക് എഫിഷ്യൻസി എന്ന് വിളിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന അറിയാം, നമ്മൾ സെല് ചെയ്ത ക്വാണ്ടിറ്റീനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. വളരെ സിമ്പിൾ ആണ്. പക്ഷേ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്. അവിടെ 2 ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് അക്കൗണ്ടിങ് കോസ്റ്റും, മറ്റൊന്ന് എന്താണ് എക്കണോമിക് കോസ്റ്റും. അക്കൗണ്ടിങ് കോസ്റ്റിൽ എല്ലായ്പ്പോഴും എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അക്കൗണ്ടിങ് കോസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഡയറക്റ്റ് കോസ്റ്റുകളെ മാത്രമാണ് അക്കൗണ്ടിങ് കോസ്റ്റിൽ കൺസിഡർ ചെയ്യുക. പക്ഷെ എക്കണോമിക് കോസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളായും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത, അതായത് എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും, അതായത് ഫോർഗോൺ വാല്യൂസിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ഇനി അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ കണ്ടതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. അപ്പം ജനറലി നമ്മുടെ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. ഇനി അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാണണമെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഭാഗത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളെ മാത്രമാണ്. ദെൻ എക്കണോമിക് കോസ്റ്റിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെയും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്കണോമിക് പ്രോഫിറ്റ് തന്നെയാണ് ആക്ച്വലി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആയി കഴിഞ്ഞാൽ അതെന്താണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. പക്ഷെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ എന്താണ്? എപ്പോഴാണോ ഈ പറയുന്ന എക്കണോമിക് പ്രോഫിറ്റ് 0 ആകുന്നത്, അല്ലെങ്കിൽ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോർമൽ പ്രോഫിറ്റ്. അപ്പൊ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫേംസിന് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ കിട്ടേണ്ട ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റിനെയാണ് നമ്മൾ വിളിക്കുക നോർമൽ പ്രോഫിറ്റ്. അതായത് എക്കണോമിക് പ്രോഫിറ്റ് 0 ആണ്. അതായത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അവിടെ ഈക്വൽ ടു 0 ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. പക്ഷെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 വരുന്ന സിറ്റുവേഷനിലാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പൊ മോണോപ്പൊളി പോലെയുള്ള മാർക്കറ്റുകൾക്ക് ലോങ് ടേണിൽ അവർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറയാം. അതിന്റെ അർത്ഥം എന്തുവാ? ഇവരുടെ ഈ റവന്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അവരുടെ ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില ടൈപ്പ് ഓഫ് പല പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന മറ്റ് ചില കൈൻഡ് ഓഫ് കോസ്റ്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും ആദ്യത്തേതാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. These are the cost of firm considered when it aim to maximize profit, focusing solely on its own production related expenditure. Private cost include both explicit and implicit cost. അപ്പൊ പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഫേം അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന അവരുടെ എക്സ്പെൻഡിച്ചറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ആ പ്രൈവറ്റ് കോസ്റ്റിൽ എന്തൊക്കെ വരാം? അവരുടെ ഉള്ളിലുള്ള അവരുടെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും അവർക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഫേം നടത്തുന്നു, എനിക്കൊരു പേയ്മെന്റ് ഫേം ലേബേഴ്സിന് പേയ്മെന്റ് കൊടുക്കണം, അത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ഇനി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് കിട്ടാവുന്ന, മറ്റൊരിടത്ത് വർക്ക് ചെയ്യുന്നതിന് എനിക്ക് കിട്ടാവുന്ന ഇൻകം അതെന്താണ്? എന്റെ ഫോർഗോൺ വാല്യൂ ആണ്. അതിനെയും കൂടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എനിക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ എനിക്ക് സോളർലി ഒരു പ്രൊഡക്ഷൻ പ്രോസസ് നടത്തുന്നതിൽ ഉണ്ടാകുന്ന ചെലവുകളെയാണ് ഞാൻ എന്ത് വിളിക്കുക? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. The economics define private cost as the total monetary sacrifice made by the firm to secure the necessary input for the production. ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇൻപുട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഫേമിന് ഉണ്ടാകുന്ന എല്ലാ മോണിറ്ററി സാക്രിഫൈസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ പ്രൈവറ്റ് കോസ്റ്റ് പല രീതിയിലുണ്ട്. പല രീതിയിലുള്ള പ്രൈവറ്റ് കോസ്റ്റുകളെയാണ് ഇവിടെ. ഈ പ്രൈവറ്റ് കോസ്റ്റുകൾ നിങ്ങൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ cost of raw materials, wages of labor, interest on capital loans, rent for the land and building, repair cost and depreciation of machines, taxes imputed. അതായത് ഈ അഞ്ചാമത്തെ ടാക്സസ് വരെയുള്ളത് എന്താണ്? ആക്ച്വലി എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകൾ. ഇനി ഈ ഇംപ്ലിസിറ്റ് കോസ്റ്റുകളാണ് imputed wages for workers done by the producer, imputed interest for self invested capital, imputed rent for self owned land and ബിൽഡിംഗ്. ഇതെല്ലാം എന്താണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റുകൾ. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്? പ്രൈവറ്റ് കോസ്റ്റ്. അപ്പൊ പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫേമിന് സോളർലി ഉണ്ടാകുന്ന എല്ലാ കൈൻഡ് ഓഫ് എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് കോസ്റ്റുകളെയാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എക്കണോമിക് കോസ്റ്റിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എക്സാക്ട്ലി ആണ്, എക്കണോമിക് കോസ്റ്റിൽ ഇതൊക്കെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പല പർപ്പസുകൾക്ക് വേണ്ടിയാണ് ഇതുപോലെ ഡിഫറെന്റ് ടേംസ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ സോഷ്യൽ കോസ്റ്റ്. ഇനി അടുത്തതാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. The social costs include externalities and market distortion that private costs ignore. For example, pollution from a factory rise health costs for locals, cost not borne by the firms. അതായത് ഇവിടെ സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ഫേം പ്രൊഡക്ഷൻ നടത്തുമ്പം സൊസൈറ്റിക്ക് മുഴുവനായിട്ടുണ്ടാകുന്ന എല്ലാ കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഷ്യൽ കോസ്റ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ ഒരു ഫേം പ്രൊഡക്ഷൻ നടത്തുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഫാക്ടറി പൊല്യൂഷൻസ് നടക്കുന്നു. ഈ പൊല്യൂഷൻസിന്റെ എഫക്ട് മറ്റാളുകൾക്ക്, അതായത് കൂടുതലും എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലാണ് അവിടെ എന്തുണ്ടാകുന്നത്? സോഷ്യൽ കോസ്റ്റ് ഉണ്ടാകുന്നത്. The market prices may not reflect the social value due to taxes, subsidies or control, causing a gap between private and social costs. Additionally, factor price may misinterpret their true
ട്രൂ കോസ്റ്റ് എസ്പെഷ്യലി ഇൻ എക്കണോമീസ് വിത്ത് എക്സ്റ്റേണാലിറ്റീസ്. അപ്പം എക്സ്റ്റേണാലിറ്റി ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ പലപ്പോഴും ഈ പറയുന്ന മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ അതിന്റെ ആക്ച്വൽ മാർക്കറ്റ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം കാണും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാക്ടറി പ്രൊഡക്ഷൻസ് നടത്തുന്നു, ആ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഫാക്ടറി ഇതിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ചിലപ്പോൾ 100 rupees ആയിരിക്കും, ചിലപ്പോൾ 100 rupees ആകണമെന്നില്ല നിർബന്ധം. അവിടെ ഉണ്ടാകുന്ന ആ കോസ്റ്റിനെയും കൂടെ കൺസിഡർ ചെയ്താലേ നമുക്ക് അതിന്റെ ട്രൂ കോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ പറയുന്ന സോഷ്യൽ കോസ്റ്റിൽ എന്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. മാർക്കറ്റ് പ്രൈസ്, ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള വേരിയേഷൻസ് നടക്കാം. സബ്സിഡീസ് ഉണ്ടാകാം, കൺട്രോൾസ് കാണാം, ടാക്സസ് ഇമ്പോസ് ചെയ്യാം. അപ്പം ഇതിനെയെല്ലാം എന്താണ് സോഷ്യൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, സോഷ്യൽ കോസ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നോക്കാം. ടു കമ്പ്യൂട്ട് സോഷ്യൽ കോസ്റ്റ് accurately, adjusted price as used, shadow price for production factors and social prices for goods. അപ്പം ഈ സോഷ്യൽ കോസ്റ്റുകളെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി രണ്ട് കൈൻഡ് ഓഫ് പ്രൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഷാഡോ പ്രൈസും മറ്റൊന്ന് സോഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്. ഷാഡോ പ്രൈസസ് എന്ന് പറയുന്നത് യൂഷ്വലി എന്താ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണ്ടിയാണ് ഈ ഷാഡോ പ്രൈസുകളെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ എന്താണ് ഷാഡോ പ്രൈസ് എന്ന് നോക്കാം. ഷാഡോ പ്രൈസ് അഡ്ജസ്റ്റ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ to reflect their true opportunity cost to the society. അപ്പം ഷാഡോ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ യൂഷ്വലി കൊടുക്കുക, പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിനാണ് ഷാഡോ പ്രൈസസ് കൊടുക്കുക. അതായത് ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ട്രൂ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഷാഡോ പ്രൈസ് ഉണ്ടാകുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോണമിയിൽ വളരെ കൂടുതലായിട്ട് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പൊ ഹൈ അൺഎംപ്ലോയ്മെന്റ്, ആളുകൾക്കൊന്നും ജോലി കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് വേജ് എന്ന് പറയുന്നത് 500 അതായത് പെർ ഡേ 500 കൊടുത്ത് ജോലി കിട്ടുന്ന ആൾക്കാർക്ക് പെർ ഡേ 500 കിട്ടും. അപ്പം അവിടുത്തെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല 500 ആകണമെന്ന് നിർബന്ധമില്ല, അതിനും താഴെയാണ്. കാരണം എന്താ, ഇവരെ മറ്റൊരു പർപ്പസിനും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതായത് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇയാളെ ഇപ്പൊ ഹയർ ചെയ്തില്ലെങ്കിൽ അയാളെ വേറൊരാളുടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അയാള് അവിടെ ഹൈ അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പം ഈ മാർക്കറ്റ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 500-നേക്കാളും താഴെയായിരിക്കും. Suppose the wage for labor is 500 per day, but there is significant unemployment. The shadow price for labor might be lower than 500 because employing a worker who was otherwise unemployed doesn't involve the same opportunity cost. Thus, the shadow price reflects the social value of creating a job rather than just the market wage. അപ്പൊ എന്താണ് ഷാഡോ പ്രൈസ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Then അടുത്തത് എന്താണ്, സോഷ്യൽ പ്രൈസ്. The social price adjusts the market price of goods and services to reflect their true value to the society, considering external factors. For example, a factory may sell a product for 100 rupees, but if its production causes environmental damage, the social price of the product would be higher than rupees 100. Accounting for the environmental cost the society bears. ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള ഏതാണ് ഈ പൊല്യൂഷൻ ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന എന്തിനാണ്, ഈ പറയുന്ന സോഷ്യൽ കോസ്റ്റുകളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനാണ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഫേമിന് 100 ആണ് കോസ്റ്റ് ആകുന്നത്. അവിടെ ആ ഫേം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന എൻവയോൺമെന്റൽ ഡാമേജിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു 20 rupees ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിന്റെ സോഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ പ്രൈസുകളെ റിഫ്ലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ സോഷ്യൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും ഈ പറയുന്ന എക്സ്റ്റേണാലിറ്റി പോലെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ. അപ്പം രണ്ട് പ്രൈസുകളാണ്, ഷാഡോ പ്രൈസും അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ പ്രൈസസും. ഇത് രണ്ട് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, ഈ പ്രൈവറ്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫേംസിന് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാകുന്ന അവരുടെ തന്നെ എല്ലാം സെൽഫ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് പ്രൈവറ്റ് കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഫേംസിന്റെ പ്രൊഡക്ഷൻ മൂലം സൊസൈറ്റിക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കോസ്റ്റുകളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താലാണ് സോഷ്യൽ കോസ്റ്റ് വരിക. ദെൻ അപ്പം ഇത് രണ്ടിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് സോഷ്യൽ പ്രൈസസും അതുപോലെ തന്നെ ഷാഡോ പ്രൈസസും നമ്മൾ ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് വൺ ആണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷൽ പ്രൊപ്പോണ്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ആക്ച്വലി കറന്റ് ഈ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിന് വാലിഡിറ്റി ഒന്നും ഇല്ല. ആദ്യ കാലങ്ങളിൽ മാർഷൽ പ്രൊപ്പോണ്ട് ചെയ്ത ഒരു കോസ്റ്റ് ആണ്. അതായത് നമുക്കറിയാം, നമ്മളൊരു ജോലിക്ക് പോകുന്നു അല്ലെ, നമുക്ക് ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്കംഫർട്ട് അല്ലേ, അതായത് നമുക്ക് കുറെ സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ ചുമ്മാ ഇരിക്കാവുന്ന സമയം നമ്മൾ വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ എല്ലാ ദിവസവും പോയി പണിയെടുക്കണം, ദേഹത്തിന് വേദന ഉണ്ടാവും. അപ്പൊ നമുക്കുണ്ടാകുന്ന ആ ഡിസ്കംഫർട്ടും സാക്രിഫൈസസിനെ ഇൻക്ലൂഡ് ചെയ്തതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക റിയൽ കോസ്റ്റ് എന്ന് വിളിക്കുക. ദ റിയൽ കോസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ആൽഫ്രഡ് മാർഷൽ
refers to the discomfort and sacrifice involved in the production, like the effort of labor or the saving of income for investment. However, it is subjective and hard to measure. Modern economics find it less useful in the price theory because not all the labor involved equal sacrifice, and saving today are not seen as involving real sacrifice. Thus, they consider the concept outdated and not practical for analyzing cost in the modern economics. അപ്പം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഡിസ്കംഫോർട്ടും സാക്രിഫൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിയൽ കോസ്റ്റ് എന്ന് വിളിക്കുക. കറന്റ് അത് അത്ര യൂസ്ഫുൾ അല്ല. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് സങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ്, സങ് കോസ്റ്റ്. അതായത് നമുക്കൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ സ്പെൻഡ് ഒരു പർട്ടിക്കുലർ കോസ്റ്റ്, നമുക്ക് ഒരു സ്പെൻഡിങ് ഉണ്ടാവും. ആ സ്പെൻഡിങ് ഒരിക്കലും റിക്കവർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക, സങ് കോസ്റ്റ് എന്ന് വിളിക്കുക. The sunk cost is the money already spent and cannot be recovered. It should be affect future decisions since its irrelevance to the upcoming outcomes. അതായത് ഇവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ മണി എക്സ്പെൻഡിച്ചർ നമുക്ക് ഉണ്ടാവുന്നു. ഒരിക്കലും ആ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് ഒരു രീതിയിൽ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പർട്ടിക്കുലർ മെഷീൻ ഒരു പർപ്പസിന് വേണ്ടി മേടിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ഒരു പ്രൊഡക്ഷൻ നടത്തണം. ഞാൻ ഒരു പർട്ടിക്കുലർ മെഷീൻ മേടിച്ചു. ഈ മെഷീനെ ഇനി എനിക്ക് ഒരിക്കലും റീസെല് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിൽ ആ ഒരു മെഷീൻ ചുമ്മാ ഇരിക്കും, അല്ലെങ്കിൽ അതിനെ യൂസ്ഫുൾ ആകില്ല. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സങ് കോസ്റ്റ് എന്ന് വിളിക്കുക. അതായത് റിക്കവർ ചെയ്യാൻ സാധിക്കാത്ത ഒരു രീതിയിലും, ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഒരു രീതിയിൽ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സങ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഇനി അതുപോലെ തന്നെ ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഈ കോസ്റ്റുകളെ കൺസിഡർ ചെയ്യാനേ നമുക്ക് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ബൈ equipment that cannot be reused or sold, the cost is sunk. Future decisions should be made without considering these expenditure. The key characteristics of sunk costs are they are irrecoverable, they should be ignored in decision making, they are past costs and have no bearing on future ഔട്ട്കംസ്. അപ്പം റിക്കവർ ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല, ഫ്യൂച്ചർ ഡിസിഷൻസിനെ ഇത് അഫക്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടതാണ്. ദെൻ ഈ കോസ്റ്റുകൾ ഓൾറെഡി ഫ്യൂച്ചർ ഔട്ട്കമ്മിനെ ഒരു രീതിയിലും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സങ് കോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് കോസ്റ്റിൽ നമ്മൾ പഠിച്ച എന്താ, പ്രൈവറ്റ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, സോഷ്യൽ കോസ്റ്റ് ഡിസ്കസ് ചെയ്തു, ദെൻ അതിന്റെ കൂടെ ഷാഡോ പ്രൈസും സോഷ്യൽ പ്രൈസസും കണ്ടു, ദെൻ റിയൽ കോസ്റ്റും സങ് കോസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഈ പറയുന്ന അവസാനം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. വലിയ മേ ബി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. മേജർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഈ പറയുന്ന അക്കൗണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റും അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റിനെയും നോർമൽ പ്രോഫിറ്റിന്റെയും കാര്യമാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സങ് കോസ്റ്റിനെ പറ്റി ഏതൊരു ഇയർ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം മാച്ച് ഫോളോയിങ് ആണ് ഇവിടെ നോർമൽ പ്രോഫിറ്റ്, എക്കണോമിക് പ്രോഫിറ്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ 3 മേജർ ആയിട്ടുള്ള പ്രോഫിറ്റുകളാണ്. എക്കണോമിക് പ്രോഫിറ്റിനെ തന്നെയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. അതായത് എക്കണോമിക് പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ എക്കണോമിക് പ്രോഫിറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നു. നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ലിസ്റ്റ് 2 തന്നിരിക്കുന്ന എക്സസ് ഓഫ് ദി ടോട്ടൽ റവന്യൂ ഓവർ ടോട്ടൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്കണോമിക് കോസ്റ്റ്, എക്സസ് ഓഫ് ടോട്ടൽ റവന്യൂ ഓവർ ടോട്ടൽ ഓഫ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഫസ്റ്റ് വൺ, നോർമൽ പ്രോഫിറ്റ്. എന്താണ് നോർമൽ പ്രോഫിറ്റ് എന്നുള്ളത്? നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് ആണ് എന്ത് വരിക, നമ്മൾ ഈ പറയുന്ന നോർമൽ പ്രോഫിറ്റ് വരിക. ദെൻ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? എക്സസ് ഓഫ് ദി കൂടുതൽ എക്സസ് ഓഫ് ടോട്ടൽ റവന്യൂ ഓവർ ടോട്ടൽ ഓഫ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് നോർമൽ റേറ്റ് ഓഫ്, അതായത് നോർമൽ പ്രോഫിറ്റിനേക്കാളും മുകളിലാണ് എക്സസ് ഓഫ് റവന്യൂ എക്സസ് ആ. എന്തിനേക്കാളും എക്സസ് ആ? എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനേക്കാളും ഇംപ്ലിസിറ്റ് കോസ്റ്റിനേക്കാളും നോർമൽ റിട്ടേണിനേക്കാളും. അതാണ് എക്കണോമിക് കോസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? എക്സസ് ഓഫ് ടോട്ടൽ റവന്യൂ ഓവർ ടോട്ടൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 3 നമുക്ക് കിട്ടി, നോർമൽ പ്രോഫിറ്റ്, എക്കണോമിക് പ്രോഫിറ്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് 3, സി എന്ന് പറയുന്നത് 1.
ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്തേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. എക്കണോമിക് പ്രോഫിറ്റ് ഉണ്ട്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഉണ്ട്, കൊലൂഷൻ ഓർ കാർട്ടൽ, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പിന്നെ ബേസിക് എന്താണ് മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. അതായത് ടോട്ടൽ എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാലാണ് കുറച്ചുകൂടെ നല്ലത് അല്ലെ? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ആ ടോട്ടൽ കോസ്റ്റില് എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കൊലൂഷൻ ഓർ കാർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒളിഗോപ്പൊളി മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എക്സ്ചേഞ്ച്, അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ? ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, the cost incurred by the firm in hiring labor is called as explicit cost, implicit cost, marginal cost and total cost. ലേബേഴ്സിനെ ഹയർ ചെയ്യാനുള്ള കോസ്റ്റിനെ എന്താണെന്നാണ് വിളിക്കുക? ലേബേഴ്സിനെ ഹയർ ചെയ്യുന്ന കോസ്റ്റിനെ പറയുന്നത് എന്താ? എന്താ? ലേബേഴ്സിനെ ഹയർ ചെയ്തത് ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണല്ലേ? അതെന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഏതാണ്? എ തന്നെയാണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഷാഡോ പ്രൈസ് ക്യാൻ ബി കോൾഡ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ബോത്ത് എ ആൻഡ് ബി, നൈദർ എ നോർ ബി. എന്താണ് ഷാഡോ പ്രൈസസ്? എന്താ ഈ ഷാഡോ പ്രൈസസ് ആഡ് ചെയ്യാനുള്ള കാര്യം? ഷാഡോ പ്രൈസസിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ സോഷ്യൽ കോസ്റ്റുകളെയും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഷാഡോ പ്രൈസ് വരെ. അപ്പൊ സോഷ്യൽ കോസ്റ്റിൽ എന്തൊക്കെയുണ്ട്? ഇംപ്യൂട്ടഡ് കോസ്റ്റും ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഉണ്ട്. രണ്ടും കൺസിഡർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി ആണ് റൈറ്റ് ആയിട്ട് വരിക. ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ്, അതിനെ തന്നെയാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഓപ്പർച്യൂണിറ്റി കോസ്റ്റില് കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ രണ്ടിനെയും കൂടെ കൺസിഡർ ചെയ്ത് സി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ദ സോഷ്യൽ കോസ്റ്റ് കർവ് ലൈസ് എബോവ് ദ പ്രൈവറ്റ് കോസ്റ്റ് കർവ് ഫോർ ദ പ്രൊഡ്യൂസർ ഇൻ ദ കേസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്ന പ്രൈവറ്റ് കോസ്റ്റിനേക്കാളും ഹൈ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ. അതാ ഇവിടെ പറഞ്ഞത്, രണ്ട് കർവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കോസ്റ്റ് കർവിനേക്കാളും മുകളിലായിരുന്നു. അപ്പൊ സോഷ്യൽ കോസ്റ്റ് ആണ് കൂടുതൽ, പ്രൈവറ്റ് കോസ്റ്റ് കുറവാണ്. അത് ഏത് സിറ്റുവേഷനിലാണ്? പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്, നിയർ പബ്ലിക് ഗുഡ്. അപ്പൊ നമ്മൾ എക്സ്റ്റേണാലിറ്റി കൺസിഡർ ചെയ്താൽ മതി. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ എക്കണോമിക് ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ആകാത്ത ഒരു വ്യക്തിക്ക് അതുമൂലം ഉണ്ടാകുന്ന ഒരു നല്ല ഇമ്പാക്റ്റിനെയാണ് നമ്മൾ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് വിളിക്കുക. ഒരു പർട്ടിക്കുലർ എക്കണോമിക് ട്രാൻസാക്ഷൻ ഇൻവോൾവ് ആകാത്ത മറ്റൊരാൾക്ക് ആ ട്രാൻസാക്ഷൻ മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെയാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് ഉണ്ടാകുക. അപ്പൊ ഇവിടെ പറയുന്ന സോഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, പ്രൈവറ്റ് കോസ്റ്റ് കുറവാണ്. അതവിടെ എന്താണ്? ബെനിഫിറ്റ് ആണോ കൂടുതൽ? അല്ല, സോഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ അതിനർത്ഥം നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് അവിടെ ഉണ്ടാകുന്നത്. പൊല്യൂഷൻ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അതായത് ആ ഫേമിന്റെ പ്രൊഡക്ഷൻ മൂലം അവിടെ സൊസൈറ്റിക്ക് കൂടുതലായിട്ടുള്ള ഏതാണ് ഇമ്പാക്ട്, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നു. അപ്പം നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ സിറ്റുവേഷനിലാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കോസ്റ്റിനേക്കാളും മുകളിലായിട്ട് നിൽക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചോദിക്കാവോ?